ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു അവസരം കൂടെ വചനം പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച പെർഗമോസിലെ സഭയ്ക്കുള്ള ദൂത്, അതിന്റെ ശേഷിക്കുന്ന വാക്യങ്ങൾ ഇന്ന് വായിച്ച് ചില കാര്യം കൂടെ അതിൽ നിന്ന് നമുക്ക് ഓർക്കാം. അതിന്റെ 13ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് അവസാനിപ്പിച്ചത്. അന്തിപ്പാസിന്റെ മരണം സംഭവിച്ച സമയത്ത് പോലും പെർഗമോസിലെ വിശ്വാസികൾ കർത്താവിനുള്ള വിശ്വാസവും കർത്താവിന്റെ നാമത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു എന്നുള്ള പുകഴ്ച വാക്കുകളാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. മറ്റു പല വാക്കുകൾ പറയുകയുണ്ടായി. എന്നാൽ അടുത്ത വാക്യം ആരംഭിക്കുന്നത് 14ാമത്തെ വാക്യത്തിൽ അവരുടെ കുറവിനെ അവർക്ക് ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ വായിക്കുന്നത്, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട് എന്നാണ്. നമ്മൾ കഴിഞ്ഞ സഭകളെക്കുറിച്ച് പഠിച്ചപ്പോഴും പറയുകയുണ്ടായി, നന്മ കണ്ടാൽ അത് മറച്ചു വയ്ക്കുന്നവനല്ല കർത്താവ്. രക്ഷിക്കപ്പെട്ട ശേഷം നാം ചെയ്യുന്ന എല്ലാ നന്മയ്ക്കും പ്രതിഫലം തരുന്നവനാണ്. അപ്പോൾ തന്നെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്നത് കുറവാണെങ്കിൽ പോലും അത് കർത്താവ് മറച്ചുവെക്കുകയില്ല. അത് കർത്താവിന്റെ സ്വഭാവവും ദൈവവചനത്തിന്റെ പ്രത്യേകതയുമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 14ാം വാക്യം നമുക്ക് വായിക്കാം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഒരു വാക്കിൽ പറഞ്ഞാൽ ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ ഉണ്ട് എന്നാണ്. അതെന്താണെന്ന് ഒരല്പ വിശദമായി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ബിലെയാമിന്റെ ഉപദേശം എന്താണ്? ഇത്രയും പ്രശ്നമുള്ള കാര്യം എന്താ? കർത്താവ് അതിനെ ഗൗരവമായിട്ടെടുത്ത് അത് ബിലെയാമിന്റെ ഉപദേശം എന്ന് തന്നെ പറയാനുള്ള കാരണം എന്താ? സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായങ്ങളിലാണ് ഈ ബിലെയാമിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് മോവാബ് ദേശത്ത് വന്ന് വിശാലമായിട്ട് അവിടെ ഓടാനമടിച്ചിരിക്കുമ്പോൾ മോവാബ് രാജാവായ ബാലാക്കിന് അവരെ കണ്ടപ്പോൾ ഭയമുണ്ടായി. മുൻപ് അവർ കടന്നു വന്ന സ്ഥലങ്ങളിലെ രാജാക്കന്മാരെയൊക്കെ നിഗ്രഹിച്ച് അങ്ങനെ വിജയിച്ച് വന്നതായതുകൊണ്ട് ഇവർക്കും അവരെ ഭയമായിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമോ, ഞങ്ങളെ നശിപ്പിക്കുമോ എന്ന ചിന്തയുണ്ടായിട്ട് യുദ്ധം കൊണ്ട് അവരെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ലെന്ന് ബാലാക്കിനറിയാം. അതുകൊണ്ട് ബാലാക്ക് എന്ത് ചെയ്തറിയാമോ, ബിലെയാം എന്ന പേരുള്ള ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അവന്റെ അടുത്ത് ആളുകളെ അയച്ചു. ധാരാളം പൊന്നും വെള്ളിയൊക്കെ കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു, ഈ ജനം ബലമുള്ള ജനമാണ്, ദൈവത്തിന്റെ ജനമാണ്, അവരെ പരാജയപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. നീ അവരെ ശപിക്കണം. നീ അവരെ ശപിച്ചാൽ അവർ ബലഹീനരാക്കി, അപ്പോൾ എനിക്ക് അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താം എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞല്ലോ, സംഖ്യാപുസ്തകം 22, 23, 24 4 അധ്യായങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സാവകാശം നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് ആ അധ്യായം വായിച്ച് അത് മുഴുവൻ മനസ്സിലാക്കണം, എങ്കിലേ അത് ശരിക്ക് ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ ബാലാക്ക് ശപിക്കാനായിട്ട് വരിക. വരുമ്പോൾ യഹോവ പറഞ്ഞു, നീ അവരെ ശപിക്കരുത്, അവരെന്റെ ജനമാണ്. ബാലാക്കിന് ശപിക്കാൻ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. പണമുള്ളത് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുകയും ചെയ്തു. താൻ എന്നിട്ട് പറഞ്ഞു, ഒന്നുകൂടെ നിൽക്ക്, ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്ന് ഇവരുടെ കൂടെ പോയി. ശപിക്കാനായിട്ട് പോയ ബാലാക്ക് ഇസ്രായേൽ മക്കളെ കണ്ടപ്പോൾ ശപിക്കുവാൻ കഴിയാതെ അനുഗ്രഹ വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ ബാലാക്കിന് പിന്നെയും പ്രയാസമുണ്ടായി. ബാലാക്ക് ബിലെയാമിന് കുറച്ചുകൂടെ പണവും സമ്പത്തും കൊടുത്തിട്ട് അവനെ പിന്നെയും പ്രേരിപ്പിച്ചു. 3-4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവനെ വിശാലമായിട്ട് ഇവരെ കാണിച്ച് സംസാരിച്ചു ഒക്കെ ചെയ്തു. അവന്റെ മനസ്സ് മാറ്റാനൊക്കെ ശ്രമിച്ചു. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും സമ്പത്ത് കിട്ടുന്നുണ്ടെന്ന് ഓർക്കണം. ആ സമ്പത്തിനെ മേടിക്കുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ ബിലെയാമിന് ഈ ജനത്തെ ശപിക്കാൻ കഴിയുന്നുമില്ല. അവസാനം പിന്നെയും വന്നിട്ട് ശാപം എന്ന നിലയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അനുഗ്രഹം പറയുന്നത്. ഒരു വാക്ക് പോലും ശാപമായിട്ട് പറയാൻ തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നില്ല. നിങ്ങൾ ആ വാക്ക് അധ്യായങ്ങൾ ശ്രദ്ധമായി വായിച്ചാൽ മനസ്സിലാകും. ദൈവം അത് അനുവദിച്ചില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ
ബാലാക്കിനും പ്രയാസമായി, പണം വാങ്ങിച്ച ബിലിയാമിനും പ്രയാസമായി. അവസാനം വന്നപ്പോൾ ഒന്നെടുത്ത് സംഖ്യാപുസ്തകം 24-ാം അധ്യായം. അവിടെ ബാലാക്ക് പറയുകയാണ് ബിലിയാമിനോട്, ഞാൻ മടങ്ങിപ്പോവാം. 24-ാമത്തെ അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 24, 12 പോലെ ഞാൻ വായിച്ച് ഏൽപ്പിക്കാം. 12-19. അതിന് ബിലിയാം ബാലാക്കിനോട്, ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല, യഹോവ അരുളി ചെയ്ത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് എന്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരോട് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു ഒഴിയുക. എന്നിട്ടൊരു വാക്കുണ്ട്, ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ഞാൻ എന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു. വരിക, ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്തു ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. മനസ്സിലായോ? ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തോട്, ഈ ജനമാരാ മക്കൾ, ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിച്ചോണ്ട് പോവാം. ഞാനത് നിങ്ങളുടെ മുമ്പായി ഇങ്ങനെ അവതരിപ്പിക്കാം. വളരെ ശാന്തമായിട്ട് ഇവരിങ്ങനെ തോളെ കൈയിട്ടുണ്ട് പോകുന്ന വിചാരിക്കുക. പോയി ചെവി പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. ശപിക്കാൻ കഴിഞ്ഞില്ല, ശപിക്കാൻ സാധിക്കത്തുമില്ലായിരുന്നു. അതുകൊണ്ട് പണവും വാങ്ങിച്ചില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഈ ബാലാക്ക് എന്ന രാജാവിന് ഒരു പ്രത്യേക ഉപദേശം കൊടുത്തു, നിന്റെ ജനത്തോട് എന്താ പറയേണ്ടതെന്ന്. എന്നിട്ട് ബിലിയാം തന്റെ വഴിക്ക് പോയി. അങ്ങനെ വായിക്കുന്ന അവസാനം, ഈ അധ്യായത്തിന്റെ അവസാനം, ഈ അവസാനം വായിക്കുന്നത് ബിലിയാം തന്റെ വഴിക്ക് പോയി. അങ്ങനല്ലേ? ആന്നു, ബിലിയാം തന്റെ വഴിക്ക് പോയി, ബാലാക്ക് തന്റെ സ്ഥലത്തേക്ക് പോയി. അടുത്ത അധ്യായം അങ്ങനെ ആരംഭിക്കുന്നത് 25 അധ്യായം. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. മനസ്സിലായോ? ഇസ്രായേൽ ബാൽപേരോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു എന്ന് പിടികിട്ടി. ബാലാക്ക് എന്താ ബിലിയാമിൽ പ്രാപിച്ച ഉപദേശം? ബിലിയാം ചെവിയിൽ ഊതി കൊടുത്തതായത്, നീ ചെന്നിട്ട് നിങ്ങളുടെ സ്ത്രീകളോട് പറഞ്ഞാൽ മതി, ഇസ്രായേൽ പുരുഷന്മാരെ ബലി കഴിക്കാൻ വിളിക്കണം, ദേവന്മാർ ത്യാഗം കഴിക്കാൻ വിളിക്കണം, ഒന്നിച്ച് ഭക്ഷിക്കാൻ വിളിക്കണം. അതുപോലെ ചെയ്തു. സ്ത്രീകൾ വിളിച്ചു, ഈ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ചു. പിന്നീട് ആ തിന്നും കുടിച്ചും പോയ കാര്യങ്ങൾ കഠിനമായ പാപത്തിലേക്ക്, പരസംഗത്തിലേക്ക് വന്നു. ഇസ്രായേൽ പാളയം മുഴുവനും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അശുദ്ധമായി. ബിലിയാം ശപിച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണം വാങ്ങിച്ചു, ശപിക്കാനും പറ്റുന്നില്ല. പിന്നെ പറഞ്ഞു കൊടുത്ത ഒരു തെറ്റായ ഉപദേശമായിരുന്നു, തെറ്റായ അഭിപ്രായമാണ്. നോക്കണം എത്ര കഠിനമാണ്. അതിന് റിസൾട്ട് എന്തുവാ? ദൈവം ഇടപെട്ടു. 9-ാം വാക്യം 29. അന്ന് ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേരായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ദൈവം ഇടപെട്ടു. കാരണം എന്നാ? ഇസ്രായേൽ പാളയത്തിൽ അശുദ്ധി ഉണ്ടായി, പാപമുണ്ടായി. 24,000 പേര് മരിച്ചു. നോക്കണം, ബാലാക്കിന്റെ ആഗ്രഹം പോലെ സാധിച്ചല്ലോ. ദൈവമക്കളുടെ മധ്യത്തിൽ അശുദ്ധി ഉണ്ടായി, അവർ ബലഹീനരായി, അവർ പലരും മരിച്ചു, അവിടെ നിലവിളി ഉണ്ടായി, വലിയ പ്രയാസമുണ്ടായി. എന്താ കാരണം അറിയാമോ? പരസംഗത്തിന്, ദുഷ്പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചു കൊടുത്ത ഒരു ബാലാക്ക്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അതികഠിനമായ ചതിവാണ് ഈ മനുഷ്യൻ ചെയ്തത്. അതികഠിനമായ ചതിവ്. ഇത് ബാലാക്ക് ഉപദേശിച്ചു കൊടുത്തതാണെന്ന് 31-ാം അധ്യായത്തിലുണ്ട്. നോക്കിക്കേ, 31-ാം അധ്യായം, സംഖ്യാപുസ്തകം, നമ്പേഴ്സ് ചാപ്റ്റർ 31, 31-ാമത്തെ അധ്യായം, അതിന്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ സ്ത്രീകളെ എല്ലാം ജീവനോട് വെച്ചിരിക്കുന്നു. നമ്പേഴ്സ് 31:15. ജീവനോട് വെച്ചിരിക്കുന്നു. ഇവരത്രേ പ്രയോജന സംഗതിയിൽ ബിലിയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാൻ, യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും കാരണമായത് സ്ത്രീകളാണ് എന്ന് പ്രത്യേകം പറയും. അത് മതി, ആ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്ന് ചോദിച്ചാൽ, ദൈവജനത്തെ ഏത് സാഹചര്യത്തിലും ബലഹീനമാക്കുവാൻ, ഒരു വ്യക്തിയാകട്ടെ, ഒരു കുടുംബമാകട്ടെ, ഒരു സഭയാകട്ടെ, ബലഹീനമാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പ്രവൃത്തി. കാരണം നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ആ സർവശക്തനായ കർത്താവ് പാപത്തിന്റെ അധീനതയിൽ നിന്ന് നമ്മളെ വിടുവിച്ചതാണ്, മരണത്തിൽ നമ്മളെ വിടുവിച്ചതാണ്. ശക്തനായ പിശാചിനെ തന്റെ മരണത്താൽ
പരാജയപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് നാം ബലവാന്മാരാ, സംശയമൊന്നുമില്ല, നാം ബലവാന്മാരാ. നമ്മെ ബലഹീനമാക്കുക എന്നുള്ളത് പിശാചിന്റെ തന്ത്രം. എങ്ങനെയെങ്കിലും ബലഹീനമാക്കുക. അപ്പോൾ നമ്മളെ ദൈവത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരും. നമുക്കറിയാമല്ലോ, കൊരിന്ത്യരായിട്ട് നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ തിരുവത്താഴത്തെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവ് മേശയെക്കുറിച്ച് പറയുമ്പോൾ, അയോഗ്യമായി അപ്പത്തിനെയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവന് ദൈവം കൊടുക്കുന്ന ശിക്ഷ 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് മുഖാന്തരമായി ചിലർ ബലഹീനരാകും, ചിലർ രോഗികളാകും, ചിലർ മരണം വരെ സംഭവിക്കും. ചിലർക്ക് 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ബലഹീനതയാണ്. അപ്പൊ നമ്മളെ ബലഹീനമാക്കുന്നത് പാപമാണ്. ദൈവത്തോടടുത്ത് ജീവിക്കുമ്പോൾ, വചനത്തോടടുത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ബലവാന്മാരാകുമ്പോൾ ശത്രു നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയാതെ വരും. അതുകൊണ്ട് നമ്മളെ ബലവാന്മാരാക്കിയിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് കുറച്ചുകൂടെ കാര്യം പറയാൻ താല്പര്യം തോന്നുക. അതായത് നമ്മൾ എന്താ ബലഹീനരാകുമെന്ന് ചോദിച്ചാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പാപ സംബന്ധമായി മരിച്ചു എന്ന് പറയുന്ന ഉപദേശം സത്യമാണെങ്കിലും, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ നാം നശിപ്പിച്ചു, മരിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് സത്യമാണെങ്കിലും, മരിപ്പിച്ചോ? നമ്മിൽ ഇന്നും അന്നു മുതൽ ഇന്ന് വരെയും എന്തൊക്കെയോ ബാക്കി ശേഷിക്കുന്നില്ലേ? പ്രത്യേക സാഹചര്യം വരുമ്പോൾ നാം ദേഷ്യപ്പെടുന്നില്ലേ? കോപിക്കുന്നില്ലേ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ സ്പർശിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ തെറ്റായ വാക്ക് വരാറില്ലേ? മറ്റൊരുക്കെതിരെ സംസാരിക്കാറില്ലേ? അവസരം കിട്ടിയാൽ പാപം ചെയ്യത്തില്ലേ? ആത്മാർത്ഥമായിട്ട് പറ, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മറിഞ്ഞിരിപ്പില്ലേ? അതിനാൽ ജഡം എന്ന് പറയുന്നത് ജഡം. ആത്മാവ് ശക്തിപ്പെട്ടു നിന്നാൽ ബലം താണു നിൽക്കും. ജഡം താണു നിൽക്കും. ആത്മാവ് ബലഹീനമായാൽ ജഡം ഉയരും. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ജഡത്തെ പ്രോത്സാഹിപ്പിക്കരുത്, ജഡത്തെ സന്തോഷിപ്പിക്കരുത്. ആത്മാവിന് ബലം വരുമാറ് മാത്രം ജീവിക്കണം. അതിനാണ് അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു, പുറത്തെ മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അത് നിശ്ചയമായിട്ടും നാം ചെയ്യേണ്ട കാര്യം. എന്നിട്ട് ഒരു വാക്കുകൾ വായിക്കുമ്പോൾ ഞാൻ അല്പം വിശദമായിട്ട് പറയാം. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നമുക്ക് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം, നമ്മൾ വഞ്ചനയിൽപ്പെട്ടു പോകാം എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറക്കരുത്. നമ്മൾ എത്ര മെച്ചമായി ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും ആയില്ല. നമ്മുടെ കർത്താവിന്റെ വരവരെയോ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയോ നമ്മോട് പോരാടുന്ന ഒരു പ്രകൃതമാണ് ഈ ജഡമെന്നുള്ളത്. അത് എവിടെ വെച്ചെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യും. നമുക്കറിയാം, നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, ചുമ വരുന്നൊക്കെ ആൾക്കാർ പറയത്തില്ല. ഈ പനിയും ചുമയൊക്കെ വരുന്ന പറയാം, അത് രോഗമൊന്നും അല്ലതേ, അത് രോഗമൊന്നുമല്ല വാസ്തവത്തിൽ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശരീരത്തിൽ ചില പ്രത്യേക രോഗാണുക്കളുണ്ട്. അത് നമ്മളെ ആക്രമിക്കാതിരിക്കുന്നത് നമ്മൾ ആരോഗ്യമുള്ളവരായതുകൊണ്ടാണ്. നല്ല ആഹാരം കഴിക്കുന്നതുകൊണ്ടും വ്യായാമം ചെയ്യുന്നതുകൊണ്ടും നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നതുകൊണ്ടും ഒക്കെ നമ്മൾ ആരോഗ്യത്തോട് ജീവിക്കുന്നതുകൊണ്ടാണ് ഈ രോഗാണുക്കളൊക്കെ അവിടെ അടങ്ങിക്കിടക്കുന്നത്. മനസ്സിലാകും. നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുകയോ ശരീരം ക്ഷീണിക്കുകയോ അല്പം മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്ത് നമ്മൾ അല്പം വീക്കാകുമ്പോൾ അവൻ എഴുന്നേൽക്കും. അപ്പൊ ചുമ വരുന്നു, പനി വരുന്നു, ദേഹത്തുവേദന എടുക്കുന്നു, പല അസുഖങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള രോഗാണു നമ്മളെ ആക്രമിക്കുന്നത് നാം ശാരീരികമായിട്ട് ബലഹീനരാകുമ്പോഴാണ്. പിന്നെ ഒന്നുകൂടെ ബലഹീനമായി തീരുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന്റെ കാര്യം. അതുകൊണ്ട് നമ്മൾ വളരെ ഭയപ്പെടണം. ചിലരുടെ അഭിപ്രായങ്ങൾ, ചിലരുടെ ആലോചനകൾ ശ്രദ്ധിച്ച് കേൾക്കാം. ചിലർ നമ്മളോട് സ്നേഹമെന്ന് നടിച്ചുകൊണ്ട് നമ്മുടെ ചെവിയിൽ ചില ആലോചനകൾ പറഞ്ഞു തരും. നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നാം ആയിരിക്കുന്ന സഭയെക്കുറിച്ച്, നമ്മൾ ഒന്നിച്ചുള്ള ശുശ്രൂഷകളെക്കുറിച്ച്, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ ചിലപ്പോൾ ആലോചന പറഞ്ഞു തരും. എല്ലാ ആലോചനയും വിശ്വസിക്കരുത്. കൂട്ടുസഹോദരന്മാരായിരിക്കാം, ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാനീ പറഞ്ഞ ശുശ്രൂഷ മേലിലും പറഞ്ഞ് കേൾക്കുമെന്ന് എനിക്കറിയാം, ആയിക്കോട്ടെ. വളരെ ഗൗരവത്തോടെ ഞാൻ പറയാണ്, നമുക്ക് ദൈവാത്മാവ് തരുന്ന പ്രേരണമാനം മാത്രമേ മറ്റു പലരും പറയുന്ന ആലോചന പോലും സ്വീകരിക്കാവൂ, അല്ലെങ്കിൽ ദോഷമാണ്. വളരെ രഹസ്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് പോയതാണ്. അത് ദോഷമായിട്ട് ഭവിച്ചു. അന്ന് തന്നെ അതിന്റെ ഫലമുണ്ടായി. ഇനി അതിനെക്കുറിച്ചാണ് ചില കാര്യം പറയുന്നത്. പിൽക്കാലത്ത് പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഇതിനെക്കുറിച്ച് വാക്ക് പറഞ്ഞു, യൂദായും പറഞ്ഞു, ഇപ്പൊ കർത്താവും പറഞ്ഞു. നോക്കിക്കേ, 2 പത്രോസ് 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 Peter chapter 2 verse 15. 2 പത്രോസ് 2:15.
നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. നേർവഴി വിട്ട് തെറ്റി ബിലെയാമിന്റെ വഴിയിൽ നടന്നു. ബിലെയാമിന്റെ വഴി, പത്രോസ് പറഞ്ഞ വാക്ക് ബിലെയാമിന്റെ വഴി എന്നാണ്. ദ വേ ഓഫ് ബൈലം. അത് നേർവഴി തെറ്റി നടന്നു. തെറ്റായ വഴി എന്നതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് മുൻപോട്ട് പോകുവാൻ നല്ല വഴി കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല വഴി, ആ വഴി കൂടെ മാത്രമേ പോകാവൂ. യഹോവയുടെ വഴികൾ തികവുള്ളത് നമ്മൾ വായിക്കുന്നു 18-ാം സങ്കീർത്തനത്തിൽ. യഹോവയുടെ വഴികൾ തികവുള്ളത്. അപ്പൊ നമ്മളെ അവൻ നടത്തിക്കോളും. നാം വായിക്കുന്നു 23 സങ്കീർത്തനത്തിൽ തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അപ്പൊ കർത്താവ് നമ്മെ നടത്തുന്ന വഴികൾ നീതിയുള്ള വഴിയാണ്, പെർഫെക്റ്റ് ആണ്, സംശയമൊന്നുമില്ല. തെറ്റായ വഴി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ പത്രോസ് തന്റെ 2-ാമത്തെ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ വഴിയെക്കുറിച്ചാണ്, ബിലെയാമിന്റെ തെറ്റായ വഴി. ഇനി 16-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. അനീതിയുടെ പൈസ വാങ്ങിച്ചവൻ. അവൻ പൈസ ഒത്തിരി കിട്ടി, സമ്പത്ത് ഒത്തിരി കിട്ടി, പക്ഷെ അവൻ ചെയ്തത് അനീതിയാണ്. അനീതി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരെന്നറിയാമോ? നമ്മൾ നീതിമാന്മാരാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തിന് മുമ്പാകെ നമ്മൾ നീതിമാന്മാരാണ്. നീതിമാന്മാരാണ് നമ്മൾ നീതിയോടെ തന്നെ ജീവിക്കണം, നീതി പ്രവർത്തിക്കണം, അനീതി ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നീതി പ്രവർത്തിച്ചാൽ മാത്രം പോരാ. കർത്താവിന്റെ ഭാഷ ഞാൻ പറയാം, അല്പം കൂടി ഇച്ചിരി കടുപ്പുള്ള വാക്കാണ്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരായിരിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞു? പർവ്വത പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു, മത്തായി 5. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരായിരിക്കണം. ഒരു അനീതിയും ചെയ്യാൻ പാടില്ല. അനീതി എന്ന് പറയുന്നത് ബിലെയാമിന്റെയാണ്. ബിലെയാമിന്റെ അവന്റെ വഴി മോശം. അവൻ അനീതിയുടെ കൂലി വാങ്ങിച്ചവനാണ്. മൂന്നാമത്തെ കാര്യം യൂദ പറയുന്നുണ്ട്. യൂദ, അടുത്ത പേജ് നോക്കിക്കേ. യൂദാലേഖനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ യൂദ പറയുന്നതും ഇദ്ദേഹത്തെക്കുറിച്ച് വാക്ക് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവർക്കയ്യോ കഷ്ടം, അവർ കയ്യിന് വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. യൂദ എന്താ പറയുന്നത്? ബിലെയാം വഞ്ചകന, ഡിസീവർ. അപ്പൊ 3 വാക്കാ പത്രോസും യൂദയും കൂടെ പറയുന്നത്. പത്രോസ് തന്റെ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞത് അവന്റെ വഴി മോശമാണ്. 16-ാം വാക്യത്തിൽ പറഞ്ഞു അവൻ അനീതിയുള്ളവനാണ്. യൂദ തന്റെ ലേഖനത്തിന്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞു അവൻ വഞ്ചിക്കുന്നവനാണ്, അവന്റെ വഞ്ചന. അപ്പോ മനസ്സിലായോ? ഇവൻ തന്നിരിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ഒരു ഭക്തനെ പോലെയാണ്. സംസാരം അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ മക്കളെ കുറിച്ചൊക്കെ എന്ത് വാക്കാ പുകഴ്ത്തി പറഞ്ഞറിയാമോ? ഇതോ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതി കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. വളരെ പുകഴ്ചയായിട്ട് പറഞ്ഞു. ആരും നോക്കിയാലും അവരെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ജനമാണ് എന്നിത്യാദി വാക്കുകൾ സംഖ്യാപുസ്തകം 23, 24, 22 അദ്ദേഹത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളെല്ലാം ഒരു ഭക്തന്റെ വാക്കുകളാണ്. പക്ഷേ ഇവനാരായിരുന്നു? അവൻ വഞ്ചകനായിരുന്നു, അനീതി ചെയ്യുന്നവനായിരുന്നു, നേർവഴി ഉണ്ടായിരുന്നവനല്ല. ബാഹ്യമായിട്ട് ഭക്തിയും ആന്തരികമായിട്ട് അഭക്തിയും. കഠിനമാണ്. തീർന്നില്ല. ഇപ്പൊ നമ്മൾ വായിച്ചെന്താ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവ് പറഞ്ഞത് ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ. അപ്പോൾ കർത്താവ് അതിനൊരു ഉപദേശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിടത്ത് തെറ്റായ വഴി, അനീതി, വഞ്ചന. കർത്താവ് വന്നപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു ബിലെയാമിന്റെ ഉപദേശം കൊടുക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉപദേശിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ നമുക്ക്, കർത്താവ്. ആലോചന തരാൻ കഴിവുള്ള ഒരുത്തരുള്ള നമ്മുടെ കർത്താവ് മാത്രം. ആ കർത്താവിന്റെ ആലോചനയാണ് നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അതിനപ്പുറമായിട്ട് ഒന്നുമില്ല. ഈ നാളുകളിൽ നമ്മുടെ മധ്യത്തിൽ കൗൺസിലിംഗ് നടത്തുന്നവർ ധാരാളം കൂടിക്കൂടി വരിക. ഞാൻ മനഃപൂർവ്വം പറയുക, എനിക്കറിയാം ഇത് പിന്നീട് ആൾക്കാർ കേൾക്കട്ടെ, കാര്യങ്ങൾ ഗൗരവം മനസ്സിലാക്കട്ടെ. എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ, മാനസിക ബുദ്ധിമുട്ടുണ്ടായാൽ, ഇത്തിരി പിരിമുറുക്കമുണ്ടായാൽ ഉടനെ ആളുകൾ ഓടിപ്പോകുന്നത് കൗൺസിലിങ്ങിനാണ്, ആലോചനയ്ക്കാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വരുന്നതിന് 700 വർഷം മുമ്പ് എഴുതിയൊരു പുസ്തകമാണ് യെശയ്യാവിന്റെ പ്രവചനം. അതിന്റെ 7-ാം അധ്യായത്തിൽ വായിക്കുന്നു അവനെക്കുറിച്ച്, അവന്റെ പേരിനെ കുറിച്ച്. അവൻ അത്ഭുത മന്ത്രി എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷ് വായിക്കാൻ അങ്ങനെയല്ല. ഹിസ് നെയിം ഈസ് വണ്ടർഫുൾ ആൻഡ് കൗൺസിലർ എന്നാണ്. അവൻ അത്ഭുതമെന്നും
കൗൺസിലർ എന്നും പേരുണ്ട്. ആലോചനക്കാരൻ. നമ്മുടെ കർത്താവിനെ പോലെ കൗൺസിലിംഗ് കൊടുക്കുവാൻ പറ്റിയ ആരുമില്ല. അതുകൊണ്ടാണ് 73-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിൽ ചേർത്തുകൊള്ളു. മഹത്വത്തിൽ ചേരുന്നവരെയും കൗൺസിലിംഗ് തരുവാൻ, ആലോചന തരുവാൻ പറ്റൊരാള് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഉപദേശങ്ങളൊന്നും കേൾക്കാൻ പോകണ്ട. എന്ത് പ്രയാസമോ പ്രതികൂലമോ കഷ്ടമോ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ രോഗമോ വരട്ടെ, സഭയിൽ വിശ്വാസികളില്ലേ, ഒപ്പന്മാരില്ലേ, ദൂഷണന്മാരില്ലേ, സഹായിക്കാൻ സ്നേഹിക്കുന്ന ആൾക്കാരില്ലേ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കേ, ഇരുന്ന് വായിക്കേ, അതിലൂടെ ആലോചന കിട്ടും. ആവശ്യമില്ലാത്തടത്തെങ്ങും പോയി നമ്മൾ കുഴപ്പത്തിലാകാൻ പാടില്ല. ആവശ്യമുള്ള ഉപദേശം കേൾക്കാൻ പാടില്ല. അത് നമ്മെ ഉപദ്രവിക്കാനും കഷ്ടത്തിലാക്കാനും സാധ്യതയുണ്ട് എന്ന പറഞ്ഞതിന്റെ ആശയം. അപ്പൊ കർത്താവിന്റെ സമയത്തേക്ക് ഇത് ഉപദേശമായി. ഇനി ഇവർക്ക് പറ്റിയ അബദ്ധം ഞാൻ പിന്നെ അല്പം കൂടെ സംസാരിക്കുക. സംഖ്യാപുസ്തകം 25-ാമത്തെ അധ്യായം 1-2 വാക്യം നമ്മൾ വായിച്ചതാ, ഒന്നുകൂടെ വായിക്കാം. അവർ ചെയ്തത് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വളരെ സൂത്രമായിരുന്നത്. 2-ാമത്തെ വാക്യം, അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും, നമ്പേഴ്സ് 25:2 വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഭക്ഷിച്ച് പാനം ചെയ്യുക, തിന്നുവാനും കുടിക്കുവാനും. ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് നല്ല ആഹാരം കഴിക്കുന്ന കാര്യം പറയും. ഞാൻ നല്ല ആഹാരം കഴിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഭക്ഷണവും പാനീയവും വലിയ കുഴപ്പമുണ്ടാക്കുന്ന 2 വസ്തുക്കളാണ്. എന്നാ ചോദിച്ചാൽ ബൈബിൾ നമുക്ക് തെളിവെടുക്കാം. ഈ ആഹാരം എന്ന് പറയുന്നത്, ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആത്മാവിന്റെ ബലത്തിനോ ശരീരത്തിന്റെ ബലത്തിനോ? ശരീരത്തിന്റെ. ഈ ശരീരത്തിന് വേറൊരു പേര് ബൈബിളിലുണ്ട്, ജഡം എന്ന് പറയും. ജഡശരീരം, പിന്നെ ജഡസ്വഭാവം. അത് പോട്ടെ, അവിടെ നിൽക്കണം. ജഡശരീരം. അപ്പൊ ജഡശരീരം എന്ന് പറഞ്ഞെങ്കിൽ അതിനർത്ഥം ഈ ശരീരത്തിൽ തന്നെ ഒത്തിരി ആവശ്യമില്ലാത്ത പ്രകൃതമുണ്ട്, നേച്ചറുണ്ട്. അപ്പൊ ഈ ശരീരത്തെ നമുക്കറിയാവുന്നത് മണ്ണായി പോകുന്നതാ, മരിച്ചു കഴിഞ്ഞാൽ പുഴുവായി പോകുന്നതാ, പെട്ടെന്ന് അടക്കും. എത്ര നല്ല ആൾക്കാരാണെങ്കിലും എത്ര സ്നേഹമുള്ളവരാണെങ്കിലും 3 ദിവസത്തിൽ വെച്ചേക്കത്തില്ല. കാരണം നമുക്ക് വേണ്ട, പിന്നെ അത് കൊണ്ട് അടക്കുക. അതൊരു ഗുണമുള്ളതല്ല, നമുക്കറിയാം. എങ്കിലും ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ഈ ശരീരത്തെ നമ്മൾ ഒത്തിരി പോഷിപ്പിക്കുന്നുണ്ട്. ആഹാരം ദോഷം ചെയ്യുമോ, അല്ലെങ്കിൽ ആഹാരത്തോടുള്ള ക്രേസി, ആഹാരത്തോടുള്ള അമിതമായ താല്പര്യം നമ്മളെ ദോഷത്തിലേക്ക് നയിക്കുമോ? പല തെളിവുകളുണ്ട് നയിക്കുമെന്നുള്ളതിന്റെ. ഞാൻ ചോദിക്കട്ടെ, ലോക ചരിത്രത്തിൽ പാപം പ്രവേശിച്ച 1-ാമത്തെ വിഷയം ആരംഭിച്ച എവിടുന്നറിയാമോ? കാണാൻ നല്ലതും തിന്മാൻ, മനസ്സിലായോ? കാണാനും തിന്നാനും കൊള്ളാന്ന് പറഞ്ഞ അമ്മച്ചിയെ പറിച്ച് തിന്നതാണ് തുടക്കം. തീർച്ചയാണ് പാപത്തിന് തുടക്കം. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ. ബൈബിളിൽ തെളിവാണ്. പറിച്ച് തിന്നു, അവനും കൊടുത്തു, അവനും തിന്ന് പാപികളായി. അത് അൻസലക്കാരാണെന്നും ദൈവത്തിന്റെ കൽപ്പന ലഭിച്ച ആളുകൾക്ക് വേറെ വാക്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, എനിക്കറിയാം. അകൃത്യം എന്ന് വാക്കുണ്ട് ഭാഷാപ്രകടനത്തിൽ. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം വരുന്നത് തിന്നതാണ് ഇവിടുത്തെ മുഖ്യ വിഷയം. ഇനി അത് കഴിഞ്ഞ് ഒരു പാപത്തിന്റെ കാഠിന്യം കൊണ്ട് ലോകത്തെ ന്യായം വിധിക്കാൻ ദൈവം തീരുമാനിച്ചു. നോഹ കുടുംബവും നീതിമാനായി കണ്ടു, അവരെ രക്ഷപ്പെട്ടു അനുസരിച്ചതുകൊണ്ട് അവർ 8 പേര് മാത്രം, ബാക്കി എല്ലാവരും നശിപ്പിച്ചു കളഞ്ഞു, ന്യായം വിധിച്ചു. നോഹ കുടുംബവും ഇറങ്ങി വന്നു. വളരെ ഭക്തിയോടെ ജീവിച്ചൊരു മനുഷ്യൻ, വളരെ വിശ്വസ്തയോടെ ജീവിച്ചൊരു മനുഷ്യൻ. പിന്നെ താനെ കൃഷി ചെയ്തു, വീട് വെച്ചു, സമാധാനമായിട്ട് പാർത്തു. 9-ാം അധ്യായം വായിക്കുമ്പോൾ, 39 വായിക്കുമ്പോൾ അവിടെ എന്താ പ്രശ്നം? കൃഷി ചെയ്ത് കിട്ടിയ അതിൽ നിന്നും മുന്തിരിച്ചാറ് അധികം കുടിച്ച് വീഞ്ഞു കുടിച്ച് മത്തനായി കിടന്നു. വീട്ടിൽ പോയി വായിച്ചു 9-ാം അധ്യായം. പരസ്യമായിട്ട് പറയാൻ കഴിയാത്ത കാര്യം ഇവിടെ സംഭവിച്ചുകൊണ്ട് അത് മുഖാന്തരം തന്റെ മകൻ ശപിക്കപ്പെട്ടതായി തോന്നുന്നു. അപ്പന്റെ നഗ്നത കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തിന്നുക കുടിക്കുക എന്നുള്ളത് സൂക്ഷിച്ചില്ലെങ്കിൽ പാപം ഉണ്ടാകുമോ? ഉണ്ടായി. ഇനി തീർന്നില്ല, ഇനി വേറെ ഉണ്ട്. വായിച്ചു 25-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം തന്നെ 25-ാം അധ്യായം 30-ാം വാക്യം. ജെനസിസ് 25:30, 25-30. അവിടെ വായിക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, നമ്മൾ കൊച്ചിലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. യേശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട്
അവന് ഏതോം എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞ് ജ്യേഷ്ഠാവകാശം അങ്ങോട്ട് കൊടുത്തിട്ട് പായസം ഇങ്ങോട്ട് വാങ്ങിച്ചു. ചാപ്പാട് മനസ്സിലായല്ലോ, രുചിയുള്ളതാണ്, മധുരമുള്ളതാണ് പായസം. ഒരു മനുഷ്യന്റെ ആത്മീയ നന്മയെ നഷ്ടപ്പെട്ടത്. കുടുംബത്തിലെ പൗരോഹിത്യ അവകാശമാണ്, കുടുംബ പൗരോഹിത്യ അവകാശമാണ് അവനുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്ന ലേവ്യ പൗരോഹിത്യമല്ല. അപ്പന്റെ മൂത്ത മകൻ എന്ന നിലയിൽ അവനാണ് ആത്മീയകാരന്റെ ഉത്തരവാദിത്വമുള്ളത്. അപ്പന്റെ അവകാശത്തിന്റെ പങ്ക് അവൻ അധികം കിട്ടും. ജ്യേഷ്ഠാവകാശം ഇരട്ടിപ്പം കിട്ടുന്നവനാണ്. എനിക്കൊന്നും വേണ്ട, എനിക്ക് പങ്കും വേണ്ട, ആത്മീയ കാര്യം വേണ്ട, ഭവനത്തിലെ സ്ഥാനം വേണ്ട, എനിക്ക് ഇപ്പൊ ശരീരത്തിന്റെ ക്ഷീണം മാറാൻ ഇച്ചിരി പായസം കിട്ടിയാൽ മതി. കുഴപ്പത്തിലായോ? കുഴപ്പത്തിലായി. ഒരെണ്ണം വായിച്ച് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരുമല്ലോ. 27-ാം അധ്യായം, 27-ാം അധ്യായം 4-ാമത്തെ വാക്യം. എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പ് തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഇസാക്ക് പറയാ, തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടത്. ഒരപ്പന് മകനെ അനുഗ്രഹിക്കുന്നത് തിന്നണമെന്നുണ്ട് ഉണ്ട്. അനുഗ്രഹം കൊടുത്താൽ പോലെ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടത്. എനിക്ക് അത് തന്നെയാണോ എനിക്കിഷ്ടമുള്ളത്, എനിക്ക് രുചിയായി തോന്നുന്നത്, എനിക്ക് താല്പര്യമുള്ളത്. അതാണ് ജഡത്തിന്റെ താല്പര്യം. ഞാനതാ പറഞ്ഞത്, ഒരു ശരീരം മാത്രമല്ല ഇത്. ഈ ശരീരത്തിന് ജഡീയ പ്രകൃതമുണ്ട്. ഞാൻ ആ ജഡസ്വഭാവത്തല്ല പറയുന്നത്, അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പന് മോനെ അനുഗ്രഹിക്കാൻ ചാപ്പാട്. അവിടെ എന്ത് സംഭവിച്ചു? അമ്മ ഇത് കേട്ടു, അമ്മ മറ്റേ മകനെ പ്രോത്സാഹിപ്പിച്ചു, അമ്മ മകനും കൂടെ അപ്പനെ വഞ്ചിച്ചു, അപ്പൻ അത് തിന്നിട്ട് അവനെ അനുഗ്രഹിച്ചു. ഇവ വന്നപ്പോഴത്തേക്ക് ഇവന് കുഴപ്പമായി, എന്തെല്ലോ കുഴപ്പങ്ങളുണ്ട്. ഇനി ഒരു വാക്കോടെ അതിൻ്റെ കൂടെ പറയാം. ഈ ഇളയവൻ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ഈ രണ്ട് കുഞ്ഞുങ്ങളെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ദൈവം പറഞ്ഞ അവിടെ അവളോട് പറഞ്ഞതാ, നീ വിഷമിക്കണ്ട, ചില ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും രണ്ട് ജാതിയാണ് നിന്റെ ഉദരത്തിൽ ഉള്ളത്. മൂത്തവൻ ഇളയവനെ സേവിക്കുന്നു. അതൊരു അനുഗ്രഹമാണ്. അതങ്ങനെ നടക്കത്തുള്ളൂ. പിന്നെ ഇവരെന്ത് ചെയ്യുക? ഇവർ എല്ലാം സ്വന്തമാക്കാനുള്ള ശ്രമത്തിൽ ശാപ്പാട് ഉണ്ടാക്കുന്നു, ശാപ്പാട് കൊടുക്കുന്നു, ശാപ്പാട് തിന്നുന്നു. ഞാൻ ഒരു വാക്ക് തമാശയായിട്ട് പറയട്ടെ. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു, അല്ലേ? സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. എടാ, ഞാൻ ഇവന്റെ അനുഗ്രഹം എല്ലാം ഇടയാക്കി വെച്ചേക്കുക. ഈ അമ്മയും പോലും എന്താ കാണിക്കുന്നത്, ഈ അപ്പൻ എന്താ കാണിക്കുന്നത്? ദൈവത്തിന് ചിന്തിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടതുകൊണ്ടോ നമ്മൾ സൂത്രം കാണിച്ചുകൊണ്ടോ ഒന്നുമല്ല നാം അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവം നമുക്ക് സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹവും തന്നിരിക്കുക. നാം അതങ്ങ് ആസ്വദിച്ചാൽ മാത്രം മതി. അത് ആസ്വദിച്ച് ജീവിക്കേണ്ടതിന് തടസ്സമായിട്ടൊന്നും വരാൻ പാടില്ല. ഈ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നു. ശാപ്പാണ്, ആഹാരം സൂക്ഷിക്കണം. ഇന്ന ആഹാരം കഴിച്ചേ പറ്റൂ, എനിക്ക് ആഹാരത്തെ പറ്റി താല്പര്യമാണ് എന്ന് ഒരു വിശ്വാസിക്ക് തോന്നിയാൽ കഴിക്കുന്നത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ അവനതിന് പ്രാപ്തിയില്ലാത്തവനാണെങ്കിൽ ചിലപ്പോൾ കടം മേടിച്ച് കഴിച്ചത് അവനപ്പോൾ ആരായി തീരും? കടക്കാരനായി. അങ്ങനെ പോലും ചിന്തിക്കാൻ ചെയ്യുന്ന വിശ്വാസികളുണ്ട്. അങ്ങനൊന്നും ശരീരത്തെ പോഷിപ്പിക്കേണ്ട ആവശ്യമില്ല. പാപത്തുടക്കം തീറ്റയാണ് നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ. അങ്ങനെ പല തെളിവുകൾ നമ്മുടെ ഉണ്ട്. ഇവിടെ ഈ സ്ത്രീകള് ഇസ്രായേൽ പുരുഷന്മാരെ വിളിച്ച് എന്തിനായിരുന്നു? തിന്നാനും കുടിക്കാനും സന്തോഷിക്കാനും പരിഗണിപ്പാനും. അവിടെ പാപം ആരംഭിച്ചു. ഇനി തിന്നുന്ന കാലത്ത് സൂക്ഷിച്ച ആൾക്കാരുണ്ട്. ഉൽപ്പത്തി പുസ്തകം തന്നെ 24-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാം തന്റെ ദാസനായ എലിയാസാറിന് ഇസ്ഹാക്കിന് വിവാഹം ആലോചിക്കാൻ വിട്ടു. ലാബാൻ വീട്ടിൽ ചെന്നു, പെൺകുട്ടിയെ കണ്ടു, എല്ലാവരും ഇഷ്ടപ്പെട്ടു, സന്തോഷമായി, സമാധാനമായി ആഭരണങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാം, നിനക്ക് നിന്റെ കൂടെ ഉള്ളവർക്കും നിന്റെ കഴുതകൾക്കും ധാരാളം ആഹാരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, നീ കാലുകളെ കഴിയും വന്നിരുന്ന ആഹാരം കഴിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ എന്ത് എലിയാസാർ പറഞ്ഞത്? വായിച്ചു ഉൽപ്പത്തി പുസ്തകം. അത് വായിക്കണം അങ്ങനെയാണെങ്കിൽ 24-ന്റെ 32-33 ജെനസിസ് ചാപ്റ്റർ 24 ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 32-33 വാക്യം. അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്ന് ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീരും അവനും കൂടെയുള്ളവർക്ക് കാലുകൾ കഴിയുവാൻ വെള്ളവും കൊടുത്തു ഭക്ഷണം വെച്ചു. ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ്. മനസ്സിലായോ? എലിയാസാറിന് മുമ്പ് ഭക്ഷണം വെച്ചു. ഈ മനുഷ്യന് ഒത്തിരി യാത്ര ചെയ്ത് വരുന്നത് എത്ര ദിവസം യാത്ര ചെയ്തെന്നറിയാമോ? കൂടുതൽ ഭക്ഷണമൊക്കെ തീർന്നു കാണും. ഒരുപക്ഷെ ക്ഷീണവും വിശപ്പും കാണും.
മുമ്പിൽ ഭക്ഷണം വെച്ചു, കൈകാലുകളെ കഴുകി വരിക, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വന്ന കാര്യം പറയാതെ ഭക്ഷണം കഴിക്കത്തില്ല. വന്ന കാര്യം പറഞ്ഞു. എനിക്ക് യജമാനുണ്ട് അബ്രഹാം, അവൻ സമ്പന്നനാണ്, അവന് മകനുണ്ട് ഇസഹാക്ക്, അവന് പെണ്ണ് കാണാൻ വന്നതാ. നിങ്ങൾ ഈ കാര്യത്തിൽ എന്താ വെച്ച് യേശോയോട് പറ, എന്നിട്ട് ഞാൻ കഴിക്കത്തുള്ളൂ. എന്നിട്ട് പിന്നെ കഴിച്ചോളൂ. ദോഷം വല്ലതും ഉണ്ടായോ? ഒരു ദോഷം ഉണ്ടായില്ല. റിബേക്കയും കൊണ്ട് അവരോട് സമാധാനത്തിൽ പോയി ഇസഹാക്ക് അവൾ വിവാഹം കഴിച്ചു, സന്തോഷത്തോടെ ജീവിക്കുന്നു. എത്ര മാതൃകാപരമായ ഒരു കാര്യമാണ്. ഇനിയുണ്ട് വേറെ. ദാനിയേൽ പുസ്തകം വായിക്കുമ്പോൾ ദാനിയേൽ ഉൾപ്പെടെയുള്ള പലരെയും അവിടെ പിടിച്ചുകൊണ്ടുപോയി അവിടെ പാർപ്പിക്കുക, ബന്ധിച്ചിട്ടിരിക്കുക. അപ്പോൾ അതിൽ ചിലരെ രാജകീയ കുടുംബത്തിൽ ജനിച്ചവരെയൊക്കെ കണ്ടുപിടിച്ച്, പ്രാപ്തന്മാരെ കണ്ടുപിടിച്ച് അവരിൽ ചിലർക്ക് നല്ല പരിശീലനം കൊടുക്കണം. രാജാവിന്റെ ഭോഷണവും രാജാവിന്റെ പാനീയവും കൊടുത്ത് അവരെ ബലപ്പെടുത്തണം. എന്നിട്ട് അവർ നമ്മുടെ രാജ്യത്തെ ഉപയോഗിക്കാം എന്നൊരു കൽപ്പന രാജാവ് കൊടുത്തു. ദാനിയേലിന്റെ പ്രവചനം 1-ാം അധ്യായത്തിലുണ്ട്. ദാനിയേൽ ഒരു കാര്യം നിശ്ചയിച്ചു, രാജാവിന്റെ ഭോഷണം കൊണ്ടും അവൻ കുടിക്കുന്ന പാനീയം കൊണ്ടും തന്നെ അശുദ്ധമാക്കി തരുന്ന ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്നിട്ട് ആഹാരം കൊടുക്കുന്ന മേലധികാരിയോട് പറയുക, ഞങ്ങളെ ഒരു കാര്യം ചെയ്യണേ, ഞങ്ങൾക്ക് ഈ ആഹാരം വേണ്ട, രാജാവ് കഴിക്കുന്നതും കുടിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ട. കാരണം അത് ഒത്തിരി കുഴപ്പമുള്ളതാണ്, അത് കുടിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല പ്രമാണപ്രകാരം. ഞങ്ങൾക്ക് നീ ശാഖപദാർത്ഥം നോക്കാം, ശാഖപദാർത്ഥം ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ട് പറയാം, ഒരു 10 ദിവസം ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല ചാൻസ് അല്ലയോ? ദാനിയേലും കൂടെ ഉള്ളവരൊക്കെ ചെറുപ്പക്കാരാണ്, അന്യദേശത്താണ്. രാജാവിന്റെ ഭക്ഷണം, രാജാവിന്റെ പാനീയം എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം വിലയുള്ളതാണ്, എത്രമാത്രം ശ്രേഷ്ഠമാണ്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ആ വാക്കൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ആഹാരങ്ങളാണ്. അവരെന്ത് പറഞ്ഞത്? വേണ്ട. കാരണം എന്നാ? ആഹാരമല്ല ഇവിടുത്തെ വിഷയം. ഞങ്ങൾക്കുള്ളിലൊരു ആത്മാവുണ്ട്, ഞങ്ങളെ സഹായിച്ച ദൈവമുണ്ട്, ഞങ്ങളെ സേവിച്ച ദൈവമുണ്ട്. ആ ദൈവത്തോട് പാപം ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, ഞങ്ങൾ ഇപ്പോൾ അനുവദിക്കുന്നു, ഞങ്ങൾക്ക് മടങ്ങിപ്പോകണം. അതാ ഹൃദയത്തിന്റെ ചിന്ത. ഇവിടെ വന്ന് തിന്നുകൂടിച്ച് ജീവിക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ബന്ധിക്കപ്പെട്ട് വന്നവരാ. ഇതിന് പരിഹാരത്തിനായിട്ട് ഞങ്ങളുടെ മാനസാന്തരത്തോടെ ഇരിക്കുക, അവിടെ താഴ്മയോടെ ജീവിക്കുക. എന്നാൽ അന്യദേശത്ത് എങ്ങനെ ജീവിക്കാമെന്ന് ചിന്തവർക്കില്ല. ഇത്രയും പറഞ്ഞതിന്റെ കാര്യം, ആഹാരം എന്ന് പറയുന്നത് ദോഷമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദോഷമായവരുടെ ചരിത്രവും മാറ്റി നിർത്തിയിട്ട് ദോഷപ്പെടാത്ത ചരിത്രവും ബൈബിളിലുണ്ട്. മനസ്സിലായല്ലോ? ഇതാ എഴുതിയിരിക്കുന്നത് നമ്മൾ പാലിക്കേണ്ടതുപോലെ പാലിക്കാനാണ്. അതിനർത്ഥം നല്ല ആഹാരം കഴിക്കരുതെന്നല്ല, വേർതിരിച്ച് കഴിക്കരുതെന്നല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രത്യേക ആഹാരം അതേ കഴിച്ചേ പറ്റൂ. അവർ കഴിക്കുന്നു, ഇവർ കഴിക്കുന്നു, അവിടെ കണ്ടു. അതുകൊണ്ടെന്താ നിന്റെ പ്രാപ്തിയോടെ നീ കഴിക്കുക, നിന്റെ ആരോഗ്യത്തോടെ നീ കഴിക്കുക. ഇല്ലാത്ത കാശുണ്ടാക്കി കടം മേടിച്ച് പ്രത്യേക രുചിയുള്ള ആഹാരം കഴിച്ച് നീ ദരിദ്രനാകരുത്, കടക്കാരനാകരുത്. നിനക്ക് ആവശ്യമുള്ള ദൈവം തരും. ഇനി ആ ഒരു വാക്കോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവിന്റെ അടുത്ത് പിശാച് വന്നിട്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കാം. എപ്പോഴാ പറഞ്ഞറിയാമോ? 40 ദിവസം ഒന്നും കഴിച്ചില്ല. രാവും പകലും പറഞ്ഞിട്ടുണ്ട് ലൂക്കോസിൽ. മത്തായി പറഞ്ഞിരിക്കുന്നത് ഒന്നും കഴിച്ചില്ല. ഉപവസിച്ചിരിക്കുമ്പോൾ ന്യായമായി യേശു എന്ന മനുഷ്യനെ, സമ്പൂർണ്ണ മനുഷ്യനാണെങ്കിൽ വിശപ്പുണ്ട്. അപ്പോൾ പറയാ, ഈ കല്ല് അപ്പമായി തീരാനായിട്ട് കൽപ്പിക്കാം. കർത്താവ് മറുപടി എന്തുവാ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. മാത്യു ചാപ്റ്റർ 4:4, മത്തായി 4:4. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ തോന്നി വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ അപ്പം ആഹാരം ആവശ്യമല്ലയോ? ആവശ്യമാണ്. കർത്താവ് പറഞ്ഞില്ല കഴിക്കേണ്ടതെന്ന്. ആഹാരം മാത്രം പോരാ, വചനവും ഭക്ഷിച്ച് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം എന്നാണ് കർത്താവ് പോലും പറഞ്ഞിരിക്കുന്നതെന്ന് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ബിലിയാമിന്റെ ഉപദേശം എന്താന്ന് മനസ്സിലായല്ലോ? അത്ര കഠിനം, പക്ഷെ സൂത്രമല്ല. ആർക്ക് പിടികിട്ടിയില്ല. പറയേണ്ടവര് പറഞ്ഞു, പറയേണ്ടടുത്ത് പറഞ്ഞു, അതങ്ങ് പ്രയോജനപ്പെട്ടു. ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് ആവശ്യം ബുദ്ധിയാണ്. ലോകത്തിന്റെ ബുദ്ധിയല്ല, ദൈവത്തിന്റെ ബുദ്ധിയാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. നമുക്ക് ദൈവം ജ്ഞാനം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മൾ ബുദ്ധിമാന്മാരാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവസ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ മണ്ടന്മാരല്ല, നമ്മൾ മൂഢന്മാരല്ല. അതുകൊണ്ട് ദൈവം തന്ന ബുദ്ധി നമ്മൾ വിനിയോഗിക്കണം. വിനിയോഗിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് 14-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. Revelation chapter 2:14. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാൻ എനിക്കുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇറച്ച വയ്ക്കുവാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. മതി.
അവിടെ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് 15ാമത്തെ വാക്യം വായിക്കാം. അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുമെന്ന് കർത്താവിന് നേരത്തെ അറിയാമല്ലോ. കർത്താവ് സർവജ്ഞാനിയാണല്ലോ. ശിഷ്യന്മാരെ കൊണ്ടുവന്നു, പഠിപ്പിച്ചു, പല കാര്യങ്ങളും അവർക്ക് മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തു. കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന, വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. കർത്താവ് രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിച്ചു, അധികാരത്തെ പോയി രാത്രി പോയി പ്രാർത്ഥിച്ചു. അതൊന്നും എന്താ പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഒറ്റ വാക്യമുള്ളൂ, പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എഴുതി കിട്ടിയിട്ടുണ്ട്. അത് യോഹന്നാൻ 17 നോക്കിക്കേ, ജോൺ ചാപ്റ്റർ 17. അവിടെ പ്രധാനപ്പെട്ട 2 വാക്കുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയത്തോടനുബന്ധിച്ചുള്ളതാണ്. 17ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യം. 17ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യം തന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. അവരെ ലോകത്തിൽ എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്ത വണ്ണം അവരെ കാത്തുകൊള്ളണം. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളണം. കർത്താവ് വിശ്വാസികൾക്ക് വേണ്ടി, അതോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നും അല്ല, ഭൗതിക കാര്യങ്ങളല്ല. അവർ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചോണം. മനസ്സിലായോ? എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ഇസ്രായേൽ സഭ എന്നൊരു സഭയുണ്ടായിരുന്നു. സഭ എന്ന് പറഞ്ഞ ജാതി ഉണ്ടായിരുന്നു. അവരെ ഒന്നടങ്കം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടുത്തി നാശത്തിലേക്ക് നയിച്ച ഒരുവനായിരുന്നു ബിലെയാമെന്ന് കർത്താവിന് അറിയാമല്ലോ, അറിയാം. അതുകൊണ്ട് കർത്താവ് ഇപ്പൊ പ്രാർത്ഥിക്കുക, അതുപോലെയുള്ള ആളുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്റെ പ്രാർത്ഥന ദൈവജനത്തെ ദുഷ്ടന്റെ കയ്യിൽ പെടാതെ സൂക്ഷിച്ചോ. പ്രിയമുള്ളവർ, നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെ ആയിരിക്കട്ടെ. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിനു വേണ്ടിയും നമ്മുടെ സഭാവിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, അവരുടെ യാത്ര സൂക്ഷിക്കണമേ, അവർക്ക് ആരോഗ്യം കൊടുക്കണമേ, അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുക്കണമേ. അതൊന്നും പ്രാർത്ഥിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചു. അതിൽ അത്യാവശ്യം പ്രാർത്ഥിക്കേണ്ടത് എന്റെ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങളും വിശ്വാസങ്ങളാരും ദുഷ്ടതയിൽപ്പെട്ടു പോകല്ലേ, പാപം ചെയ്യല്ലേ കർത്താവെ. അങ്ങനെ പ്രാർത്ഥിക്കും. നമുക്ക് കുടുംബമായിട്ടും സഭയായിട്ടും വിശുദ്ധിയോട് ജീവിക്കാം. അത് ദൈവത്തിന് പ്രസാദമാണ്. അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാവും. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നതൊന്നും അല്ലല്ലോ, അതോ അല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? മറ്റു പല കാര്യങ്ങളാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥന പ്രാർത്ഥിക്കാം, ദുഷ്ടതയിൽ പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഇനി അഥവാ പെട്ടെങ്കിലോ 17ാം വാക്യം 17 ജോൺ 17 അഥവാ പെട്ടെങ്കിലോ സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. കർത്താവ് പ്രാർത്ഥനയാ. ഒന്ന്, ദുഷ്ടതയിൽ പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അഥവാ ഇനി പെട്ടുപോയെങ്കിലോ കർത്താവേ, പിതാവേ, കൈവിടല്ലേ, ശുദ്ധീകരിക്കണേ. പ്രാർത്ഥിച്ചാൽ മതി, ക്ഷമ ചോദിച്ചാൽ മതി. ആത്മാർത്ഥമായിട്ട് തകർന്ന ഹൃദയത്തോട് ചോദിച്ചാൽ അവൻ നമ്മെ ശുദ്ധീകരിക്കും, ബലപ്പെടുത്തും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇനി നമുക്ക് 15ാമത്തെ വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2ാം അധ്യായം 15ാമത്തെ വാക്യം. ഔവണ്ണം നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ഇത് 1ാമത്തെ സഭയോട് പറഞ്ഞ കാര്യമായിരുന്നു. നിക്കോലാവി മതം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. നിക്കെ എന്ന് പറയുന്നാൽ കീഴടക്കുക എന്നും ലാവോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്നുമാണ്. ജനങ്ങളെ കീഴടക്കി ഭരിക്കുന്ന ഒരു പ്രവണത. ഇന്നത്തെ കാലത്തെ പട്ടത്വ സഭകളെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിന് പ്രത്യേക നേതൃത്വമുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം. ദൈവസഭയുടെ രീതി അങ്ങനെയല്ല, ദൈവസഭയുടെ ക്രമം അങ്ങനെയല്ല. ദൈവസഭയുടെ ഭരണം ഒന്നാമത് ദൈവത്തിന്റെ കീഴിലാണ്. ആ ദൈവം നേരിട്ട് ചെയ്യാതെ സഭാ മൂപ്പന്മാരെ അതേൽപ്പിച്ചിരിക്കുക. എൽഡേഴ്സ്. ആ സഭാ മൂപ്പന്മാരിൽ ചിലർക്ക് ഉപദേഷ്ടാവിന്റെ കൃപ അവർ കൊടുത്തിട്ടുണ്ട്. കർത്താവ് സഭയിൽ നിയമിച്ചിരിക്കുന്നത് സുവിശേഷന്മാരെ, മൂപ്പന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ. ആ സുവിശേഷന്മാരെ നിയമിക്കുന്നതിൽ സുവിശേഷന്മാരിൽ തന്നെ നല്ലൊരു പങ്ക് സുവിശേഷന്മാർക്ക് മൂപ്പന്മാരുടെ കൃപാവരം കൂടി ഉണ്ട്. അതിൽ നല്ലൊരു പങ്ക് മൂപ്പന്മാർക്ക് ഉപദേഷ്ടാവിന്റെ കൃപാവരം കൂടി ഉണ്ട്. അതായത് പഠിപ്പിക്കുവാനുള്ള കൃപാവരം. ചില സുവിശേഷന്മാർക്ക് സുവിശേഷ കൃപാവരം മാത്രമേ ഉള്ളൂ, സഭയെ ശുശ്രൂഷിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അതായത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ചിലർക്ക് അതല്ല, മൂപ്പൻ ശുശ്രൂഷമുണ്ട്, അവരെ ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളവരുടെ കീഴിൽ പരിപാലനം, ഭരണമല്ല. ഭരണം ഒറ്റയെടുത്ത് പറഞ്ഞിട്ടുള്ള തിമോത്തിയോസിൽ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ. അടുത്ത വാക്കെന്നാ? വിശേഷാൽ വചനത്തിൽ. മനസ്സിലായ? ഇപ്പൊ ഇവിടെ ഭരണം എവിടെ? വചനത്തിലാണ്. വചനം പഠിപ്പിക്കുക, ഉപദേശിക്കുക, അതിൽ സമർത്ഥന്മാരായിരിക്കും. അങ്ങനെയുള്ളതാണ് പരിപാലനം എന്ന് പറയുന്നത്. വചനം പഠിപ്പിച്ച് വചനത്തിലേക്ക് അവരെ നയിക്കുക, വചനം പാലിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, ഇല്ലെങ്കിൽ അവരുടെ പുറകെ പോയി അവരെ പ്രബോധിപ്പിക്കുക, തെറ്റിയതിൽ അവരെ ശാസിക്കുക, എല്ലാം വചനമാണ്.
വചനപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് യഥാർത്ഥമായിട്ട് പരിപാലനം നടത്തുന്നത്. ആ പരിപാലനമാണ് പ്രാദേശിക സഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആധിപത്യം നടത്തുകയല്ല. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോണം, ഞാൻ പറഞ്ഞതിനപ്പുറമില്ല, ഞാനാണ് ഇവിടുത്തെ പ്രധാന ആള് എന്നൊക്കെ ആരെങ്കിലും ഏതെങ്കിലും സഭയെ പറഞ്ഞെങ്കിൽ തികച്ചും തെറ്റാ. ആൾ ആരുമാകട്ടെ, ആൾ പാരമ്പര്യക്കാരനോ പണക്കാരനോ ആരുമാകട്ടെ, തികച്ചും തെറ്റാ. അത് നിക്കോലാവ്യ മതത്തിന്റെ ഒരു പിന്തുടർച്ച വേണം പറയാൻ. അത് കർത്താവിന് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഭരണം ദൈവം ആഗ്രഹിക്കുന്നുമില്ല. അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ ഇവിടെ രണ്ടു കാര്യം സംഭവിച്ചു. ഒന്ന്, പുറത്തു നിന്നും അശുദ്ധി വന്നു. രണ്ട്, അകത്തു നിന്നും ഭരിക്കാൻ കുറെ ആൾക്കാർ എഴുന്നേറ്റു. രണ്ടുകൂടായപ്പോൾ സഭയ്ക്ക് വലിയ പ്രയാസമായി. അതൊന്നും വരാൻ പാടില്ല. ഇനി ഈ ഒരു വാക്കുകൾ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിച്ചാൽ, ഈ ശുശ്രൂഷകന്മാര് എല്ലാവരും കൂടി ചേർത്ത് ഞാൻ പറയാം. സുവിശേഷന്മാര്, മുപ്പന്മാര്, ഉദാഷ്ടക്കന്മാര് എല്ലാം സഭയ്ക്കുള്ളതാണ്. ഇവരെല്ലാം കൂടി ചേർത്ത് ഒറ്റവാക്കിയിട്ടുള്ള ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷ ഫലപ്രദമായും പ്രയോജനമായും അനുഗ്രഹമായും ചെയ്യേണ്ടതിന് ഉണ്ടായിരിക്കേണ്ട ധാരാളം യോഗ്യതകൾ തിമോത്തിയോസ്, തീത്തോസ് ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി സംക്ഷിപ്തമായിട്ട് ഒറ്റ വാക്കിൽ നമുക്കിപ്പോൾ പറയാം. എന്താണെന്നറിയാമോ? വായിച്ചു. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനെ മടക്കി വരുത്തുവാനായിട്ട് കർത്താവ് തന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ജോൺ ചാപ്റ്റർ 21:15. നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിനവൻ ഉത്തരമായിട്ട് പറഞ്ഞത്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എന്താ പറഞ്ഞത്? എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. അടുത്ത വാക്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് പറഞ്ഞത്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എന്റെ ആടുകളെ പാലിക്കാം. മൂന്നാമത് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, നീ സകലം അറിയുന്നുവല്ലോ, എന്റെ ആടുകളെ മേയ്ക്കാം. ആടുകളെ മേയ്ക്കുവാനുള്ള യോഗ്യത എന്താണെന്ന് നിങ്ങൾ പറ. ഈ വാക്യത്തിൽ എന്തോ? കർത്താവിനെ സ്നേഹിക്കുക. ഒറ്റ യോഗ്യത മതി. ശുശ്രൂഷകന്മാരെ കർത്താവിനെ സ്നേഹിക്കുന്നു ഒറ്റ യോഗ്യത മതി. ആ യോഗ്യതയ്ക്കകത്ത് തിമോത്തിയോസ്, തീത്തോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല യോഗ്യതകളും ഉൾക്കൊണ്ടിട്ടുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവൻ സഭയെ സ്നേഹിക്കും, കർത്താവ് സ്നേഹിക്കുന്നവൻ വിശ്വാസം സ്നേഹിക്കും, കർത്താവ് സ്നേഹിക്കുന്നവൻ ശുശ്രൂഷയെ സ്നേഹിക്കും, കർത്താവ് സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കും, വചനത്തെ സ്നേഹിക്കും. എല്ലാത്തിനും തുടക്കം അവിടെയാണ്. അപ്പോ പത്രോസിനോട് 3 പ്രാവശ്യം ചോദിച്ചു, സ്നേഹിക്കുന്നു? 3 പ്രാവശ്യം താൻ പറഞ്ഞു സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ കുഞ്ഞാടുകളെ പാലിക്കുക. കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ, ആടുകളെ പാലിപ്പാൻ ഏക ക്വാളിറ്റി, പ്രധാനപ്പെട്ട ക്വാളിറ്റി കർത്താവിനെ സ്നേഹിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. കർത്താവിനെ സ്നേഹിച്ചാലുള്ള ഗുണം ഇത് മാത്രമല്ല, കർത്താവിനെ സ്നേഹിച്ചാൽ ബലിയാവിനെ പോലുള്ള ഉപദേശങ്ങൾ നമ്മൾ കേൾക്കത്തില്ല. കാര്യം കേൾക്കാൻ കാരണം വചനമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ കൺക്ലൂഷൻ ഇതാ: അകത്തും പുറത്തും ഒന്നും പ്രയാസം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി കർത്താവിനെ സ്നേഹിക്കാം. അപ്പൊ സഹോദരൻ എന്തേ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കാത്തതാണോ? ഞാൻ എന്നെ കൂടെ ചേർത്ത പറഞ്ഞത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിച്ചാൽ പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നമുക്ക് ആരോടും വിദ്വേഷമോ പകയോ പിണക്കൊന്നും വരത്തില്ല. കാരണം കർത്താവ് അങ്ങനെ പറഞ്ഞേക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നു എന്ന് കൽപ്പന പ്രമാണിക്കും. നമുക്ക് കർത്താവിനെ സ്നേഹിച്ച് കൽപ്പന പ്രമാണിച്ച് ദൈവത്തിനും ദൈവസഭയ്ക്കും പ്രയോജനമായി ജീവിക്കുവാനായിട്ട് എന്ന ചിന്ത മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നതാണ്.